ഹായ് ഹലോ, നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്കിയാലോ. ഇതൊരു തനി നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അതിനായി 3 സവാള, 2 തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ, വലിയുള്ളിയും തക്കാളി നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ചൂടായി വന്ന പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് ഉലുവ പൊട്ടിച്ചതിന് ശേഷം അല്പം വലിയ ജീരകവും നമുക്ക് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും ചേർത്ത് അല്പം കല്ലുപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. നന്നായി ഇളക്കി വഴറ്റിയതിന് ശേഷം അല്പസമയം മൂടി വെക്കാം. എന്നാൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി അല്പസമയം കൂടെ മൂടി വെച്ച് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്നാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 1 kg ചിക്കൻ്റെ അളവാണ് കേട്ടോ ഇതെല്ലാം. ഇനി ഇതും നമുക്ക് നന്നായി വാട്ടിയെടുക്കാം. ഒരു 2 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് മൂടി വെച്ച് വാട്ടിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നന്നായി വഴന്ന് വന്ന ഉള്ളിയിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കറിവേപ്പില, പച്ചമുളക് എന്നിവയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം അല്പസമയം മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. മൂടി വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് തക്കാളി നമുക്ക് വെന്ത് കിട്ടും. ഇതും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും നമ്മുടെ മസാലകളെല്ലാം. ഇനി നമുക്ക് വഴന്ന് വന്ന ഉള്ളിയിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതിലൊരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായി മസാലപ്പൊടികളെല്ലാം എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാവുന്നതാണ്. ചിക്കൻ ചേർത്തതിന് ശേഷം 1 മിനിറ്റ് വരെ നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം. ഇതിലേക്ക് അല്പം ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം ചേർത്ത് നന്നായി ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം അല്പസമയം മൂടി വെച്ച് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. നമ്മുടെ കറി നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 15 മിനിറ്റ് വരെ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ഇത്ര സമയം വേവിച്ചെടുത്താൽ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. 15 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നമുക്ക് കറി ഒന്നും കൂടെ ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. പൊറാട്ടയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ നല്ലൊരു ചിക്കൻ കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണേ. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് തരണേ, കമൻറ്റും ഇടണേ. ഇനി ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഈ സിമ്പിൾ രീതി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്.